നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് തുല്യതക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. തുല്യതക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം +1 +2 സാക്ഷരതാ മിഷന്റെ കീഴിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാണ് തുല്യതക്കാർ എന്നറിയപ്പെടുന്നത്. ഇക്വലൻസി കോഴ്സ് പഠിക്കുന്നവര്. അത്തരം ആളുകൾക്ക് നമുക്കറിയാം സാധാരണ രീതിയിൽ പോലെ തന്നെ സ്കൂളിലെ റെഗുലർ സ്റ്റുഡൻസ് പഠിക്കുന്നത് പോലെ തന്നെയുള്ള കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിക്കുന്നവരാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് 6 വിഷയങ്ങളാണ് അവർക്ക് പഠിക്കാനുള്ളത്. ആ 6 വിഷയങ്ങളുടെ ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും 6 വിഷയങ്ങൾക്കുള്ള ഗൈഡുകൾ, അതായത് പഠിക്കാനുള്ള ഓരോ വിഷയത്തിന്റെയും ഗൈഡുകൾ വളരെ ഷോർട്ട് നോട്ട് ആയിട്ടുള്ള ഗൈഡുകൾ, പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരുന്ന മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് ഉപകാരപ്പെടുത്തി കൊടുത്തിട്ടുള്ള മുൻ ബാച്ചുകളൊക്കെ വളരെ സന്തോഷപൂർവ്വം ഉത്സാഹപൂർവ്വം ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ മാർക്ക് നേടാൻ അവരെ സഹായിച്ചിട്ടുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ, ഗൈഡ് പുസ്തകങ്ങൾ റെഡി ആയിട്ടുണ്ട്. പലരും അതിനു വേണ്ടിയിട്ട് അത് റെഡിയായോ എന്ന് സ്ഥിരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഈ ഒരു വീഡിയോ കേട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകത്തിന് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്, പുസ്തകം കിട്ടാൻ എന്ത് ചെയ്യണം, അതായത് ഇത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പഠിക്കുന്നിടത്തുനിന്ന്, അതായത് നിങ്ങൾ സൺഡേ ക്ലാസ്സിന് പോകുമ്പോൾ ആ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അതിന്റെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്തു തരുന്ന ആ ടെക്സ്റ്റ് ബുക്ക് അല്ല, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഗൈഡുകളാണ്. പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഈ വർഷം +1ലും +2ലും ഏതൊക്കെ ഓരോ വിഷയത്തിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയുള്ള പുസ്തകമാണ്. റിവൈസ് ചെയ്ത പുസ്തകമാണ്. കഴിഞ്ഞ കൊല്ലത്തിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷത്തേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്, പലർക്കും മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് മറുപടി കൊടുക്കും എന്ന സംശയം കൊണ്ടാണ് പലർക്കും മറുപടി തരാതിരുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അതായത് പുസ്തകം റെഡിയാവാത്തത് കൊണ്ട് എത്ര കാലം നിങ്ങളോട് ഈ നാളെ റെഡിയാകും, അടുത്ത മാസം റെഡിയാകും എന്ന് പറയണം എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പലർക്കും മറുപടി തരാതിരുന്നത്. അത് മനഃപൂർവ്വം തന്നെ തരാതിരുന്നതാണ്. മറുപടി കൊടുത്ത് പിന്നെ നിങ്ങളെ വെറുതെ ഒരു വ്യാമോഹത്തിൽ ആക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നണ്ട എന്ന് വിചാരിച്ചും കൊണ്ടാണ് മറുപടി തരാതിരുന്നത്. ഓക്കെ, അത് ക്ഷമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ എന്തായാലും പുസ്തകം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ നമുക്കത് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ പുസ്തകം ആവശ്യമുള്ളവർക്ക്, അതായത് ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതായത് +1 ആയാലും +2 ആയാലും ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള 6 പുസ്തകങ്ങൾ, എല്ലാ വിഷയങ്ങളുടെയും ഓരോ ഗൈഡ് പുസ്തകങ്ങൾ, അതേ സെപ്പറേറ്റ് ആണ്, ഒന്നിച്ചല്ല. സെപ്പറേറ്റ് പുസ്തകങ്ങളാണ്. ഓരോ വിഷയത്തിന്റെയും സെപ്പറേറ്റ് പുസ്തകങ്ങളാണ്. അപ്പൊ അങ്ങനെ 6 എണ്ണം സെറ്റ് ആയിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏതാണ് ബുദ്ധിമുട്ടുള്ള വിഷയം, ആ വിഷയത്തിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അങ്ങനെ തരാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബാച്ചിലുള്ള എല്ലാവർക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു തരാം. പുസ്തകം നിങ്ങൾ ഓർഡർ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഞാനിവിടെ ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെസ്സേജ് അയക്കുക. അതായത് ബുക്ക് വേണം, ഏത് വർഷത്തെയാണ്, +1 ആണോ +2 ആണോ, അത് ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, സ്ഥലം, പിന്നെ പിൻകോഡ്, ഫോൺ നമ്പർ, പോസ്റ്റ്, ഇതെല്ലാം വെച്ചിട്ടുള്ള ഫുൾ അഡ്രസ്സ് അയക്കുക. ഇനിയിപ്പോൾ വീട്ടിലേക്കല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടൗണുകളിൽ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിലേക്ക് നമ്മൾ കൊറിയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഉൾപ്രദേശങ്ങളിലെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ, അതായത് വീട്ടിലെ അഡ്രസ്സ് ഒക്കെ തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കൊറിയർ ഉൾപ്രദേശങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഹോം ഡെലിവറി ഉണ്ടാവാൻ സാധ്യതയില്ല. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഹോം ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊറിയറുകാർ. അപ്പോൾ അവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കേണ്ടി വരും. ഏകദേശം ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് കൊറിയർ ഓഫീസ് ഉണ്ടാവുക. അപ്പോൾ അത്രയും അടുത്തായിട്ട് തന്നെ നിങ്ങൾക്കത് അവൈലബിൾ ആക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്ക് ഓർഡർ ചെയ്യുക. അപ്പോൾ
പിന്നെ ബുക്ക് തീർന്നു പോകും എന്നുള്ള ഭയമൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ബുക്കുകൾ അവൈലബിൾ ആക്കി തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാസമായിട്ട് ഒരുമിച്ചാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതായത് ഒറ്റ ബണ്ടിലായിട്ട് നമുക്ക് കൊറിയർ ചെയ്യാനും അതുപോലെ തന്നെ അതിലേതെങ്കിലും രീതിയിലുള്ള ഇളവുകളൊക്കെ നൽകാനും സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബുക്ക് അയക്കുമ്പോഴും ഒരു ഫിക്സ്ഡ് കൊറിയർ ചാർജ് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 6 ബുക്ക് അയക്കുമ്പോഴും ആ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം മാത്രമേ ആ വെയിറ്റിനനുസരിച്ച് മാത്രം മാറ്റം വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബുക്ക് 6 ബുക്കുകൾ 6 തവണയായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വളരെ വലിയ രീതിയിൽ മാറ്റം സംഭവിക്കാം, കൂടാൻ ആണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഇനി ചോദിക്കുന്നതിന്റെ വില എന്തായിരിക്കും എന്നുള്ളതാണ്. വില ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അതിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബുക്കാണ് വേണ്ടത്, ഏത് വർഷത്തെ ബുക്കാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക, നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക. ഓക്കെ, പിന്നെ പേയ്മെന്റ് GPay ആണ്, ഗൂഗിൾ പേ ആണ്, ഗൂഗിൾ പേ വഴിയാണ്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ ഞാൻ പറയാതെ നിങ്ങൾ ഒരിക്കലും എനിക്ക് പേയ്മെന്റ് ചെയ്യരുത്. കാരണം പലതരത്തിലുള്ള എന്താ പറയുക തട്ടിപ്പുകൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ പലരും എനിക്ക് പണം അയക്കുമ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ അഡ്രസ്സിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്ന സന്ദർഭത്തിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് നടത്തിയാൽ മതി എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വലിയ രീതിയിലുള്ള എമൗണ്ട് ഒന്നും ഞാൻ ആരിൽ നിന്നും ഈടാക്കുന്നതല്ല. ആ ഒരു പിന്നെ വർക്കിന് വേണ്ടിയിട്ടുള്ള ആ ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടിന്റെ ആ ഒരു ചാർജ് മാത്രമേ ഞാൻ ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ബണ്ടിലുകളൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഒക്കെ നമുക്ക് വിട്ടുവീഴ്ച നൽകാവുന്നതാണ്, ഒഴിച്ചു തരാവുന്നതാണ്. ഓക്കെ, അതുപോലെ ബുക്കിന്റെ വിലകളിലും നമുക്ക് കുറവ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ നമ്മൾ പല വർഷങ്ങളിലായിട്ട് ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ബുക്ക് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്കൊക്കെ നമ്മളിത് ചെയ്തു തരാം, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ പുസ്തകം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പഠിച്ചു പോയവരോടും ഒക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ, നിങ്ങളുടെ സീനിയർ ബാച്ചിൽ, അതായത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ മുൻപ് പഠിച്ചു പോയവരോടൊക്കെ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് നൽകും, പുതിയതായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ മാത്രം വാങ്ങി പഠിച്ചാൽ മതി, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ കൂടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ അറിയാത്ത ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ബുക്ക് വാങ്ങണം നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാനലിലെ വീഡിയോസ്, ഫ്രീ വീഡിയോസ് ഉണ്ട്, പേയ്മെന്റ് വീഡിയോസ് അതും ഉണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പേയ്മെന്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വേറെ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ 2 ചാനലുകളുണ്ട്. തുല്യത ലാബ് എന്ന ഒരു ചാനൽ തുല്യതക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ റെഗുലർ സ്റ്റുഡൻസിന്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തുല്യതക്കാർക്കും ഒരുമിച്ച് കാണാനും പഠിക്കാനും പറ്റുന്ന നമ്മുടെ അനിൽകുമാർ ഇക്കോൺ ലാബ് എന്ന ആദ്യത്തെ ചാനലിലും നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആണ്. എല്ലാത്തരം വിഷയങ്ങളുടെയും വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ പറഞ്ഞ പുസ്തകങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന, പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഈ പുസ്തകങ്ങളൊക്കെ ഉപകാരപ്പെടും, അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓർഡർ ചെയ്ത് ഒരു 4 ദിവസത്തിനുള്ളിൽ, മാക്സിമം 4 ദിവസം, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ മാക്സിമം 4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ആകുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.